പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ വ്യത്യാസമായിട്ടുള്ളൊരു പൊറോട്ടയുടെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. നമ്മളിത് ചോറ് വെച്ചിട്ടാട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മുടെ വീടുകളിലൊക്കെ ചോറൊക്കെ മിച്ചം വരുവാണെങ്കിൽ ഇതുപോലെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പൊറോട്ട ഉണ്ടാക്കിയെടുക്കാം. നമ്മളിതിൻ്റെ കൂടെ തന്നെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ളൊരു ചിക്കൻ മസാലയുടെ റെസിപ്പിയും കൂടെ കാണിക്കുന്നുണ്ട്. നമ്മുടെ ഒരു പൊറോട്ട ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് അളവിൽ ചോറ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഏത് ചോറ് വേണമെങ്കിലും ഇതിലേക്ക് എടുക്കാവുന്നതാണ്. ഇനിയും ഇതിലേക്ക് 1.5 കപ്പ് അളവിൽ മൈദയൊന്ന് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കിയെടുക്കണം. നമ്മളിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പം നമ്മുടെ പൊറോട്ടയ്ക്ക് നല്ലൊരു കളറും ഉണ്ടാകും, നന്നായിട്ടൊന്ന് മുരിഞ്ഞു കിട്ടും. അതിന് വേണ്ടിയിട്ടാട്ടോ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. ആ ഒരു ചോറ് മൈദയിൽ എല്ലായിടത്തും പിടിക്കുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. നമ്മളിത് അരച്ചെടുക്കുമ്പം ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല. ഈ ഒരു ചോറിൽ ഉള്ള വെള്ളമയം കൊണ്ട് ഇത് നന്നായിട്ടൊന്ന് അരഞ്ഞു കിട്ടും. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ മിക്സാക്കി വെച്ചിട്ടുള്ള ആ ഒരു മാവെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ പകുതി വെച്ചാട്ടോ ഇട്ട് കൊടുത്ത് ഇതൊന്ന് അരച്ചെടുക്കുന്നത്. ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, നന്നായിട്ടിത് അരഞ്ഞു കിട്ടിക്കോളും. ഇനി ഒരു പാത്രത്തിലേക്ക് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ആ ഒരു മാവ് മാറ്റി കൊടുക്കാം. ഞാനിപ്പോൾ ഇത് രണ്ടായിട്ട് അരച്ചെടുത്തേക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായിട്ട് ഉരുട്ടിയെടുക്കണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ അത്രയൊന്നും വേണ്ട, ജസ്റ്റ് ഇതെല്ലാം കൂടെ ഒന്ന് ഉരുട്ടിയെടുത്താൽ മാത്രം മതി. ഇതുപോലെ നമ്മൾ കുഴച്ചെടുക്കുന്ന സമയത്ത് അല്പം ലൂസായിട്ട് വരുവാണെങ്കിൽ കുറച്ച് മൈദപ്പൊടി ചേർത്ത് കൊടുത്ത് ഒന്ന് കുഴച്ചെടുത്താൽ മതി. ഇതിപ്പം എനിക്ക് കറക്റ്റായിട്ടാട്ടോ കിട്ടിയേക്കുന്നത്. ഇനിയും അതേ ബൗളിലേക്ക് തന്നെ അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ ഒരു കുഴച്ചെടുത്തിട്ടുള്ള മാവ് ഇതിനുള്ളിലേക്ക് വെച്ച് കൊടുത്ത് മേളിലേക്ക് അല്പം റിഫൈൻഡ് ഓയിൽ പുരട്ടി കൊടുക്കാം, ഇത് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഒരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുക്കണം. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മാവ് കുഴച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്താൽ മതി. ഈ ഒരു മാവ് ആക്റ്റീവായി വരുമ്പോഴത്തേക്കിന് നമുക്ക് ഈ ഒരു പൊറോട്ടയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ചിക്കൻ മസാല ഒന്ന് റെഡിയാക്കി എടുക്കണം. നമ്മളിത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനായി ഒരു പാനിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ചെറിയ ജീരകം, ഒരു 3 വറ്റൽമുളക്, ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു 5 അല്ലി വെളുത്തുള്ളി, ഒരു വലിയ തക്കാളി. നമ്മളിതിലേക്ക് തക്കാളി എടുക്കുമ്പം നന്നായി പഴുത്ത തക്കാളി തന്നെ വേണം എടുക്കാനായിട്ട്. ഇനിയും ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള സവോളയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ 2 സവോളയായിട്ട് എടുത്തേക്കുന്നത്. ഇനി ഒരു കഷ്ണം പട്ട, ഒരു ചെറിയ തക്കോലം കൂടെ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് തന്നെ ഇത് വഴറ്റിയെടുക്കണം, കാരണം നമ്മൾ അരച്ചിട്ടാട്ടോ നമ്മുടെ ഒരു കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ കറിക്ക് ഒരു പച്ചച്ചുവ ഉണ്ടാവും. അതുകൊണ്ട് നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കണം. ഇതിനുള്ളിൽ ആ ഒരു വെള്ളമൊക്കെ വറ്റി നന്നായിട്ടൊന്ന് മെൽറ്റായി തന്നെ കിട്ടണം ഇത്. ഇപ്പം നമ്മുടെ മസാല നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ചെറിയ ജാറിലേക്കിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഇതുപോലെ പേസ്റ്റ് പരുവത്തിൽ വേണം നമുക്കിതിന് അരച്ചെടുക്കാനായിട്ട്. ഇനിയും അതേ പാനിലേക്ക് തന്നെ അല്പം കൂടെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വന്ന് കഴിയുമ്പം നമുക്കിതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അളവിൽ ചിക്കൻ മസാല, 1 ടേബിൾ സ്പൂൺ അളവിൽ തന്നെ മല്ലിപ്പൊടി, അതേ അളവിൽ തന്നെ നല്ല കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. നമ്മുടെ ഈ ഒരു മസാലയ്ക്ക് നല്ലൊരു കളറാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ ഫുഡ് കളർ ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്ത് കൊടുത്താലും മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. ഇതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറി വന്ന് കഴിയുമ്പം നമുക്കിതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ആ ഒരു മിക്സ് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനിയും ഇതിലേക്ക് ആ ഒരു ജാറ് കഴുകിയിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്പം കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മുടെ ചിക്കൻ കഷ്ണങ്ങളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഇപ്പം 250 ഗ്രാം അളവിലാട്ടോ ചിക്കൻ ഇതിലേക്ക് എടുത്തേക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. നമ്മൾ ആദ്യം ആ ഒരു ജാറ് കഴുകിയിട്ടുള്ള വെള്ളം മാത്രമായിട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഈ ഒരു ചിക്കൻ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിൽ നിന്ന് തന്നെ ഇറങ്ങി കിട്ടിക്കോളും. നമ്മുടെ ചിക്കൻ മസാല ഇവിടെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്.
ഇനി നമുക്കിതിലേക്ക് അല്പം മല്ലിയില ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനിയും ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് ഫ്രഷ് ക്രീമും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ക്രീം ഇല്ല എന്നുണ്ടെങ്കിൽ പാൽപ്പാടയാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. ഇത്രയേ ഉള്ളൂ. നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയുള്ള നമ്മുടെ നോർത്ത് ഇന്ത്യൻ ചിക്കൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആട്ടോ ഇത് കഴിക്കാനായിട്ട്. ഉള്ളിയൊന്നും വഴറ്റാതെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയുള്ള നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ളൊരു ചിക്കൻ മസാലയുടെ റെസിപ്പിയാണ്. ഇതിപ്പം 1 മണിക്കൂർ നേരം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള ആ ഒരു മാവ് ഡബിൾ സൈസായി തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റും ആട്ടോ. ഇനി ഇത് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുത്തിട്ട് നമുക്കിത് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കണം. ഇതുപോലെ ഒരേ വലുപ്പത്തിൽ കട്ട് ചെയ്ത് എടുക്കുവാണെങ്കിൽ നമുക്ക് ബോൾസ് ആക്കാൻ എളുപ്പമാട്ടോ. നമ്മൾ സാധാരണ പൊറോട്ടയ്ക്കൊക്കെ ബോൾസ് ആക്കി എടുക്കുന്നത് പോലെ തന്നെ ഇതുപോലെ അങ്ങ് ഫോൾഡ് ചെയ്ത് എടുത്താൽ മതി. ഇനി ഇതൊന്ന് പരത്തിയെടുക്കാം. എത്ര തിന്നായിട്ട് പരത്തിയെടുക്കാവോ അത്രയും നല്ലത്. വീശാൻ അറിയാമെങ്കിൽ അങ്ങനെ വീശിയെടുത്താലും മതി. എനിക്കിപ്പം വീശാൻ അത്ര പരിചയമില്ല, അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് അല്പം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനിയും നല്ലൊരു ലെയർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒന്നുകിൽ മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ അരിപ്പൊടി ചേർത്ത് കൊടുത്ത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് റോൾ ചെയ്ത് എടുത്താൽ മതി. ഇനി നമുക്കിത് ട്രേയിലേക്ക് വെച്ച് കൊടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് അല്പം കൂടെ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. നമുക്കിനി ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ചും കൂടെ ഒക്കെ ആക്റ്റീവായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നനഞ്ഞ തുണിയിട്ട് ഒന്നുകൂടെ വേണമെങ്കിൽ വെക്കാം. പക്ഷേ ഇതിപ്പോൾ ഞാൻ വെച്ച് കൊടുക്കുന്നില്ല. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ നമ്മുടെ മാവ് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം. ഒന്നുകിൽ റോളർ വെച്ച് പരത്തിയെടുത്താലും മതി, ഇല്ലെങ്കിൽ കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി എല്ലാ സൈഡും. ഇനി ഇത് ചൂടായിട്ടുള്ള തവയിലേക്ക് ഇട്ട് കൊടുത്ത് ചുട്ടെടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ്, അതേ അളവിൽ തന്നെ റിഫൈൻഡ് ഓയിൽ, രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ആണ് ഇതിൻ്റെ മുകളിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പം നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റും ആയിരിക്കും നമ്മുടെ ഒരു പൊറോട്ട കഴിക്കാനായിട്ട്. നമ്മുടെ പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടാൽ ആരും പറയത്തില്ലല്ലേ ചോറ് മിക്സാക്കി ഉണ്ടാക്കിയെടുത്തതാണ്. നല്ല കിടിലൻ പൊറോട്ടയല്ലേ. നമുക്കിനി ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ പൊറോട്ട എല്ലാം തന്നെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 3-4 പൊറോട്ട ആക്കി വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കണം. അങ്ങനെ അടിച്ചെടുക്കുമ്പോഴാട്ടോ നമ്മുടെ ഒരു പൊറോട്ട നല്ല സോഫ്റ്റായിട്ട് വരുന്നത്. നല്ലൊരു ലെയറും കിട്ടും. ഇങ്ങനെ അടിച്ചെടുത്ത് കഴിയുമ്പം ലെയറൊക്കെ തനിയെ വിട്ട് തന്നെ വരും. നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല ലെയറോട് കൂടിയുള്ള പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. മൈദ കഴിക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഇതുപോലെ ഗോതമ്പ് പൊടി വെച്ചിട്ടും ചെയ്തെടുക്കാവുന്നതാണ്. നമ്മുടെ പൊറോട്ട എല്ലാം തന്നെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടോ നമ്മുടെ ഒരു പൊറോട്ട. ഇനി ചോറ് മിച്ചം വരുവാണെങ്കിൽ ഇതുപോലെ പൊറോട്ട ഉണ്ടാക്കി നോക്കണേ. നല്ല സോഫ്റ്റായിട്ടും നല്ല ക്രിസ്പി ആയിട്ടും നമ്മുടെ ഒരു പൊറോട്ട കിട്ടും. കഴിക്കാൻ കൂടെ നല്ലൊരു ടേസ്റ്റ് ആട്ടോ ഇത്. ഇതുപോലെ ആരും ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇന്നത്തെ നമ്മുടെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറന്നു പോരുതേ. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്